ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് നിയമ ഭേദഗതി ബില്ലില് സംയുക്ത പാർലമെന്ററി സമിതി സ്വീകരിച്ച നടപടികൾക്കെതിരെ വീണ്ടും ശക്തമായി മുസ്ലിം ലീഗ് നിലയുറപ്പിച്ചു. കാരണം മുസ്ലിം ലീഗിനാണല്ലോ ഇതുകൊണ്ട് കോട്ടങ്ങൾ സംഭവിക്കുന്നത്. യഥേഷ്ടം കെട്ടാനും യഥേഷ്ടം ഒഴിവാക്കാനും അതുപോലെ അനന്തരാവകാശ സ്വത്ത് മുഴുവനായും ആൺകുട്ടികൾക്ക് കിട്ടാനും ഏത് ഭൂമി വേണമെങ്കിലും വഖഫിൻ്റെതാക്കി എടുക്കാനും അങ്ങനെ തുടങ്ങി ഒട്ടനവധി നിയമങ്ങളാണ് പൊതു സിവിൽ കോഡിനകത്ത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിന് എന്തെങ്കിലും ഒരു വാലിനോ തുമ്പിനോ വ്യത്യാസം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഞമ്മന്റെ ആളുകൾ ഇളകും. അത് തന്നെയാണ് ഇവിടെ വഖഫ് നിയമ ഭേദഗതി ബില്ലിലും കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ JPC കൈകാര്യം ചെയ്തു. JPC എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന ആളുകളുണ്ടല്ലോ, പാർലമെന്ററി സമിതി JPC. ഇവര് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ അവരെ എതിർക്കുമെന്നാണ്. അതുപോലെ JPC അത് കൈകാര്യം ചെയ്ത രീതി ശരിയല്ല എന്നാണ് കേന്ദ്രത്തോട് പറയുന്നത്. ഇതിനെ പ്രതിഷേധിച്ച് ലീഗ് MP-മാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി, നവാസ് ഗനി എന്നിവർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. നടപടികൾ കൈകാര്യം ചെയ്ത രീതിയും അംഗങ്ങളുടെ അഭിപ്രായം അവഗണിക്കുകയും നിർദ്ദേശങ്ങൾ തള്ളുകയും ചെയ്ത JPC അധ്യക്ഷന്റെ നിലപാടും അദ്ദേഹം പ്രതിഷേധാർഹമാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് ലീഗ് MP-മാർ പറഞ്ഞത്. JPC സ്വീകരിച്ച നടപടിക്രമങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നിർദ്ദേശങ്ങൾ അവഗണിച്ചു. എന്നിട്ടാണ് വഖഫ് ഭേദഗതി ബില്ലിന് JPC അംഗീകാരം നൽകിയത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റിൽ വെച്ച ബില്ലിൽ 14 ഭേദഗതികൾക്കാണ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. പ്രതിപക്ഷ MP-മാർ ബില്ലിൽ 44 വ്യവസ്ഥകളിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിന് വോട്ടിനിട്ട് തള്ളുകയായിരുന്നു എന്നും BJP അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ് JPC അംഗീകരിച്ചതെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാൻ കഴിയില്ല. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തുക, ഇതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് തങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല എന്ന് ലീഗ് MP-മാർ ഇതിനെ എതിർക്കാനുണ്ടായ കാരണമാക്കി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ JPC ഇതിനെ അംഗീകരിച്ചതുകൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗം ജനതയും സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഇരകളാക്കപ്പെടുന്ന മുനമ്പം നിവാസികൾ. നമുക്കവരെ ഒരു രൂപത്തിലും അവഗണിക്കാൻ കഴിയില്ല. കാരണം അവര് ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ് ഈ ഒരു വിജയം. ഏതൊരു കടുത്ത നിയമമായിരുന്നാലും ശരി, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ തീക്ഷ്ണത മനസ്സിലാകൂ. അങ്ങനെ ആശ്വാസത്തിന്റെ ഒരു തീരത്ത് എത്തിയിരിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമങ്ങൾ അത് JPC അംഗീകരിച്ചിരിക്കുന്നു. ഇനി അത് പാർലമെന്റിലേക്ക് എത്തുകയാണ്. ഒരു വലിയ കടമ്പ കടന്നിരിക്കുന്നു. പക്ഷേ മുനമ്പത്ത് നടന്ന നാടകങ്ങളും മുനമ്പത്തെ ജനത അനുഭവിച്ച കഷ്ടപ്പാടുകളും അത് നമ്മുടെ ജനതയുടെ കേരളത്തിന്റെ മുഴുവൻ ചരിത്രത്തിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ ചരിത്രമായി, ഒരു വലിയ ഏടായി അങ്ങനെ നിലനിൽക്കും. കാരണം ഇന്ത്യയിലെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് മുനമ്പം ജനത കഷ്ടത അനുഭവിച്ചത്. ഇന്ത്യയിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ജനതയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസങ്ങൾ മുനമ്പം ജനത ആ കടപ്പുറത്ത് അവിടെ നിരാഹാരം ഇരുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് കണ്ടതാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ മാത്രമാണ് അവരുടെ കൂടെ നിൽക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മനസ്സുകൊണ്ടും ആളും അർത്ഥവും ഉപയോഗിച്ച് മുനമ്പം ജനതയുടെ കൂടെ നിന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് JPC അംഗീകരിച്ച ഈ വഖഫ് വിഷയത്തിന്റെ ആ ഭേദഗതികൾ അടക്കം ഇനി പാർലമെന്റിലേക്ക് വരികയും അത് നിയമമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ നാൾവഴികളെ കുറിച്ചും അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിൽ കളിച്ച നാടകങ്ങളും ഈ വിഷയം, മുനമ്പം വിഷയം, കേരളത്തിലെ സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന മുന്നറിയിപ്പുകളും ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. എന്റെ കൂടെ പങ്കെടുക്കുന്നത് ജോർജ്. വളരെ ഈ ഒരു വിഷയം ആരെങ്കിലും ഒക്കെ ചർച്ച ചെയ്യണമല്ലോ. ഇപ്പൊ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. SDPI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഇങ്ങനെ വഖഫിനെ, ഹമാസിനെ പോരാളികളാക്കുന്ന ഒരുപാട് മുസ്ലിം പാർട്ടികളുണ്ട്. ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഇത്രയും കാലവും ഇടതനും വലതനുമാണ് എന്ന യാഥാർത്ഥ്യം ഇവർക്ക് മനസ്സിലായി. തന്നെയുമല്ല, ഈ നിയമം ഭരണഘടനയ്ക്കും കോടതിക്കും മുകളിലാണ് തങ്ങൾ എന്ന ഒരു നില കൂടി ലോകജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഈ അവസ്ഥയിൽ നമ്മുടെ നാടിനെ ആക്കിയ മുസ്ലിം പാർട്ടികൾ
പ്രത്യേകിച്ച് സെക്യുലർ പാർട്ടികൾ എന്ന് അവകാശപ്പെടുമ്പോഴും ഇടതനും വലതനും ഇത്രയും കാലം ഭരിച്ച് ഈ രാജ്യത്ത് എന്ത് രൂപത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഉണ്ടാക്കിയത് എന്നറിയാം. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനവും ഇപ്പോൾ ഇടതന്റെയും വലതന്റെയും ശരിയായിട്ടുള്ള നിലപാട് മനസ്സിലാക്കുകയും ഈ വിഷയത്തിൽ BJP എടുത്ത കഠിനമായിട്ടുള്ള പ്രയത്നം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാകൂ. കാരണം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവിച്ചതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ലോക്സഭയിൽ ഇന്നും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയണം. രാജ്യം കാത്തിരിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് വഖഫ് ഭേദഗതി ബില്ല്. ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലേക്ക് പോയി. സംയുക്ത പാർലമെന്ററി സമിതി ഈ ബില്ല് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് ലോക്സഭ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. JPC അംഗീകരിച്ച സ്ഥിതിക്ക് ഇത് പാർലമെന്റിൽ പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കേണ്ടുന്ന ശക്തികൾ എതിർക്കുമെന്നും അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും നമുക്കറിയാമായിരുന്നു. സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നാണ് കരുതിയിരുന്നത്. ലോക്സഭയിൽ ആ റിപ്പോർട്ട് അവതരണം ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. റിവൈസ്ഡ് ലിസ്റ്റിലും ആ റിപ്പോർട്ട് അവതരണം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാന നിമിഷം റിപ്പോർട്ട് അവതരണം മാറ്റിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ലോക്സഭയിൽ ഇന്ന് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി പരിശോധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത് ഈ ബില്ല് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയം ഇത് അവതരിപ്പിക്കും എന്നാണ് JPCയുടെ അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ബില്ലിനെതിരെ ഒരു വലിയ പ്രതിപക്ഷ പ്രതിഷേധം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബില്ലിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിയോജനക്കുറിപ്പുകൾ എഡിറ്റ് ചെയ്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിപ്പോർട്ടിൽ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അസാദുദ്ദീൻ OIC ആണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല JPC റിപ്പോർട്ടിനെ കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് മുസ്ലിം ലീഗിന്റെ അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വിയോജനക്കുറിപ്പ് തങ്ങൾ രേഖപ്പെടുത്തിയ വിയോജനക്കുറിപ്പ് എഡിറ്റ് ചെയ്ത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി എന്നതാണ് ഇവരുടെയും ആരോപണം. എന്തായാലും അത്തരം ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളയുകയാണ് JPC അധ്യക്ഷൻ ജഗദംബിക പാൽ. അതായത് ഈ JPC റിപ്പോർട്ട് അല്ലെങ്കിൽ JPC പ്രവർത്തിച്ചത് ജനാധിപത്യപരമായിട്ടാണ്. 6 മാസം സമയമുണ്ടായിരുന്നു. കേൾക്കാൻ കഴിയുന്ന എല്ലാവരെയും കേട്ടു എന്ന് മാത്രമല്ല ഈ JPC യോഗങ്ങളിൽ എതിർ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ഈ എതിർ ശബ്ദങ്ങളെയെല്ലാം തള്ളിയത് വോട്ടിനിട്ടുകൊണ്ടാണ്. ഓരോ നിയമ ഭേദഗതിയും അല്ലെങ്കിൽ ഓരോ ഭേദഗതി നിർദ്ദേശവും സ്വീകരിക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചത് വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. പാർലമെന്റിൽ പോലും അത്തരത്തിലാണ് ജനാധിപത്യപരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അത് തന്നെയാണ് ഈ JPCക്കകത്തും നടന്നത് എന്ന് അധ്യക്ഷൻ പറയുന്നുണ്ട്. മാത്രമല്ല 480-ലധികം പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ 281 പേജും ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ്, വിയോജന കുറിപ്പുകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 6 മാസത്തെ പര്യടനം ഉണ്ടായിരുന്നു, 6 മാസത്തെ സമയമുണ്ടായിരുന്നു. സമഗ്രമായി തന്നെ ഇതിനെതിരായിട്ടും അനുകൂലമായിട്ടുമുള്ള അഭിപ്രായങ്ങൾ കേട്ടു. അതിനുശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിലുപരി ഈ അംഗങ്ങളുടെ ഈ എഡിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം കൂടി അധ്യക്ഷൻ നൽകുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, സംഘടന രംഗങ്ങൾ, നാടകീയ രംഗങ്ങൾ എല്ലാം തന്നെ ഈ JPCയുടെ യോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. JPC യോഗങ്ങളിൽ പച്ചത്തെറി വിളിച്ച പ്രതിപക്ഷ അംഗങ്ങളുണ്ട്. അവരുടെ ഇത്തരത്തിലുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള നിർദ്ദേശങ്ങളും വാക്കുകളും പദപ്രയോഗങ്ങളും അതിനപ്പുറം വെറുതെ കുറ്റം പറച്ചിലുകളും എല്ലാം നീക്കിയിട്ടുണ്ട്. പക്ഷേ കാതലായ പ്രതിപക്ഷ വിമർശനങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന അവകാശവാദമാണ് ഇപ്പോൾ ഈ സമിതിയുടെ അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഏതൊരു നിയമവും എല്ലാ കൂട്ടരെയും ഒന്നുപോലെ തൃപ്തിപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതും ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതിനാർക്കാണോ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്, നഷ്ടങ്ങൾ ആർക്കാണോ ഉണ്ടാക്കുന്നത്, സ്വാഭാവികമായിട്ടും അവർ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. പങ്കെടുക്കുന്നത് ജോർജ് അരുൺ. അപ്പോൾ ഇപ്പോ വഖഫ് ഭേദഗതി ബില്ല് JPC ഭേദഗതികളോടെ അംഗീകരിച്ചു. അതിനുശേഷം ഈ പാർലമെന്റിലേക്ക് വരികയാണ്. അപ്പോൾ പാർലമെന്റിലേക്ക് വരുമ്പോൾ മുനമ്പം ജനത അപ്പോൾ ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലൂടെ മുനമ്പം ജനതയും കടന്നു പോവുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അവസ്ഥ. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു വഖഫ് വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്പം കണക്കുകളുടെ കാര്യങ്ങളിൽ കൂടി പോയിട്ട് അങ്ങോട്ട് എത്തണമെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഈ മുനമ്പം വിഷയത്തെക്കുറിച്ച്, അതിന്റെ ഭേദഗതികളെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇതിനെ മുനമ്പം ഈ പ്രോപ്പർട്ടികൾ അത് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അവർ നിയമം ഉണ്ടാക്കിയ കാര്യത്തെക്കുറിച്ചെല്ലാം പറയുന്നു. പക്ഷേ ഇതേ ബ്രിട്ടീഷുകാർ ഈ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഇവർ മനഃപൂർവ്വം വിട്ടുകളയുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു, ഇത് ദ വേസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർണീഷ്യസ് കൈൻഡ് എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അത്ര വൃത്തികെട്ട ഒരു സിസ്റ്റമാണ് ഇത് എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ബ്രിട്ടീഷുകാർ ഇതിനെ പറഞ്ഞു വെച്ചത്, ഈ സിസ്റ്റത്തെ പറഞ്ഞു വെച്ചത്. അതിനെയാണ് ആളുകൾ എടുത്ത് ഇപ്പോൾ ഇതിന് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്.
അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത് പറഞ്ഞത് എന്ന് ഇന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത്ര മോശമായ ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ അന്നേ ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ഇത് എന്തെങ്കിലും ഇതിനൊരു അടി നടക്കുമെന്നുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ഇങ്ങനെ ഒരു പാരം. തീർച്ചയായിട്ടും കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ പേരിൽ നല്ല രൂപത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ശക്തമായ രൂപത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുമെന്നും ബ്രിട്ടീഷുകാർക്കും അറിയാമായിരുന്നു. നന്ദി.